എന്തുകൊണ്ടാണ് നിങ്ങൾ ഫുട്ബോളിനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്? ഒരിക്കൽ ആന്ദ്രേ എസ്കോബാർ എന്ന കൊളംബിയൻ ഫുട്ബോളറോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു. എസ്കോബാർ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: കളിയും ജീവിതവും തമ്മിലുള്ള ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന വിനോദമാണിത്. ഫുട്ബോൾ കാളപ്പോര് പോലെയല്ല. ഇവിടെ ആരും മരണപ്പെടുന്നില്ല, ആരും കൊലപ്പെടുന്നുമില്ല. ഇത് ആനന്ദിക്കാനുള്ള കളിയാണ്. എസ്കോബാർ എന്നും കാൽപന്തു കളിയെ അങ്ങനെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജെന്റിൽമാൻ ഓഫ് ഫുട്ബോൾ എന്ന പേരും ലഭിച്ചത്. പക്ഷേ എസ്കോബാറിന്റെ വാക്കുകൾ തെറ്റിപ്പോയി. കളിക്കളത്തിലെ ഒറ്റ പിഴവിന്റെ പേരിൽ അയാൾക്ക് പകരം നൽകേണ്ടി വന്നത് അയാളുടെ ജീവനായിരുന്നു. 32 വർഷങ്ങൾക്ക് മുൻപ് 1994 ഇതുപോലെ ഒരു അമേരിക്കൻ ലോകകപ്പിലാണ് എസ്കോ കൊല ചെയ്യപ്പെട്ടത്. ഓരോ ലോകകപ്പ് വരുമ്പോഴും കളിപ്രേമികൾ എസ്കോബാറിനെ ഓർക്കും. മരണത്തിന്റെ ഇരമ്പലുകളുള്ള ആ സെൽഫ് ഗോളും. USA-ക്കെതിരെ നടന്ന മത്സരത്തിന്റെ 34-ാം മിനിറ്റിലാണ് ഇത് സംഭവിക്കുന്നത്. അമേരിക്കയുടെ ജോൺ ഹാർട്സ് ഇടതുമൂലയിൽ നിന്ന് നൽകിയ ക്രോസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡിഫൻഡർ എസ്കോബാറിന് പിഴച്ചു. എസ്കോബാറിന്റെ കാലിൽ തട്ടിയ പന്ത് നേരെ വലയിലേക്ക്. സ്ഥാനം തെറ്റിയ ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനായില്ല. സെൽഫ് ഗോൾ അടിച്ച എസ്കോബാർ നിരാശയോടെ തിരിച്ചു നടന്നു. വമ്പൻ പ്രതീക്ഷകളുമായി എത്തിയ കൊളംബിയ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ടൂർണമെന്റ് കഴിഞ്ഞ് രാജ്യം മുഴുവൻ ബെറ്റിംഗ് മാഫിയയുടെയും ചൂതാട്ടക്കാരുടെയും കോപത്താൽ കലുഷിതമായി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കൊളംബിയയിലേക്ക് മടങ്ങുന്നത് ഒട്ടും സുരക്ഷിതമല്ലെന്ന് പലരും ആന്ദ്രയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ താൻ സ്നേഹിച്ച ജനങ്ങളെ ഭയന്ന് ഒളിച്ചോടാൻ ആ മാന്യനായ കളിക്കാരൻ തയ്യാറായില്ല. ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല, നമ്മൾ മുന്നോട്ട് പോയേ തീരൂ എന്ന് പത്രത്തിലൂടെ അവൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയ്ക്കു ശേഷം ജൂലൈ 1 രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം സ്വന്തം രാജ്യത്ത് നൈറ്റ് ക്ലബിൽ എത്തിയതായിരുന്നു എസ്കോ. അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു സംഘം എസ്കോബാറുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതും തോക്കെടുത്ത് നിറയൊഴിക്കുന്നതും. എസ്കോബാറിന്റെ നെഞ്ചിൽ നിരവധി വെടിയുണ്ടകളേറ്റു. ഓരോ തവണ വെടിയുതിർക്കുമ്പോഴും അവർ ഗോൾ എന്ന അലറി വിളിച്ചുകൊണ്ടേയിരുന്നു. ബെറ്റ് വെച്ചതിന്റെയും ചൂതാട്ടം നടത്തിയതിലുമുള്ള നഷ്ടം ആര് നികത്തുമെന്ന് പറഞ്ഞായിരുന്നു ആ ആക്രമണം. മറ്റൊരു തവണ കൂടി അമേരിക്കയിൽ ലോകകപ്പ് എത്തുമ്പോൾ ആർപ്പുവിളികൾക്കിടയിലും ആന്ദ്രയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഫുട്ബോൾ ലോകം വീണ്ടും തല താഴ്ത്തുന്നു. മൈതാനങ്ങളിൽ വിജയങ്ങളും തോൽവികളും ഗോളുകളും ഇനിയുമുണ്ടാകും. പക്ഷേ ആന്ദ്രേ, ലോകത്ത് പന്തുരുളുന്ന ഓരോ തവണയും നിന്റെ ചോരപ്പടർപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി ജനങ്ങൾ ഓർത്തെടുക്കും. ഫുട്ബോൾ ലോകം ഇന്നും നിന്നോട് മാപ്പ് ചോദിക്കുന്നു.